തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. കൂത്തുപറമ്പ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ ഹി സേവ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും വളരെയേറെ മാറ്റത്തിന് വിധേയമായി എന്നുള്ളത് നമുക്കറിയാം. ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള QR കോഡൊക്കെ പതിച്ചുകൊണ്ട് കൂത്തുപറമ്പ് നഗരസഭയിലെ എല്ലാ ഷോപ്പുകളിലും മുഴുവൻ വീടുകളിലും QR കോഡ് പതിപ്പിച്ചുകൊണ്ട് അവിടങ്ങളിലുള്ള മാലിന്യം, പ്ലാസ്റ്റിക്കും അതുപോലെ പഴയ കുപ്പികളും തുണിത്തരങ്ങളും ചെരുപ്പും ബാഗും ഒക്കെ അതിന്റെ കലണ്ടർ അനുസരിച്ച് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെറും 50 രൂപ ആണ് വീടുകൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കടകൾക്കത് മിനിമം 100 രൂപയാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ അത് ശേഖരിക്കുകയും നഗരസഭ തയ്യാറാക്കിയിട്ടുള്ള MCF-ലൂടെയും RRF-ലൂടെയും അവ തരംതിരിച്ച് അതിൻ്റെതായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് അതിൻ്റെ കരാറ് വെച്ചിട്ടുള്ള ഏജൻസികളിലൂടെ അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. കൂത്തുപറമ്പ് പാലത്തുംകരയിൽ നിന്നും ആരംഭിച്ച റാലി നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനപ്രതിനിധികൾ, നഗരസഭാ ശുചിത്വ അംബാസിഡർ കലാമണ്ഡലം മഹേന്ദ്രൻ, വിവിധ സംഘടനാ പ്രതിനിധികൾ, നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ, നഗരസഭാ ജീവനക്കാർ എന്നിവർ റാലിയിൽ പങ്കാളികളായി. മാറോളികെട്ട് ടൗൺ സ്ക്വയറിൽ നടന്ന പൊതുയോഗ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ അധ്യക്ഷനായി. നഗരസഭാ സെക്രട്ടറി KR അജി, ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ K അജിത, KK ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ടൗൺ സ്ക്വയർ പരിസരത്ത് മനുഷ്യച്ചങ്ങല തീർത്തു. നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. പരിപാടിയുടെ ഭാഗമായി മലയാളം കലാനിലയം വിദ്യാർത്ഥികൾ ശുചിത്വ സന്ദേശ ശീതംഗം തൊഴിൽ അവതരിപ്പിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു.